അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം. അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം. കാനനക്കുയിൽ മൂളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. സ്വർഗത്തിൻ കവാടങ്ങൾ മലക്കെ തുറന്നിടും ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നമ്മുടെ കീഴ്ശ്ശേരി മാങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഞാൻ ഇവിടെ വന്നതേ നമ്മുടെ അനിൽ കൃഷ്ണനെ കാണാനാണ്. നിങ്ങൾക്കറിയാം, ഒരുപാട് പാട്ടുകളൊക്കെ പാടി വൈറലായ ഒരു താരമാണ് അനിൽ കൃഷ്ണ. ഇപ്പോൾ റമദാൻ മാസമൊക്കെ അല്ലേ, അനിൽ കൃഷ്ണ മാപ്പിള പാട്ടൊക്കെ നല്ലോണം പാടുന്ന ആളാണ്. കുറേ കാലം പാട്ട് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഒരു നബിദിനത്തിൻ്റെ സമയത്ത് നമ്മൾ നബിദിനത്തിൻ്റെ വേദിയിൽ കയറി പാട്ട് പാടി വൈറലായ താരം കൂടിയാണ് അനിൽ കൃഷ്ണ. അപ്പോൾ എന്തായാലും ഈ അനിൽ കൃഷ്ണൻ്റെ പാട്ടുകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. സച്ചു എന്ന് അവനെ വിളിക്കൽ കേട്ടോ. അവൻ്റെ പാട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇട്ട് എന്നോട് ചോദിക്കും, പിന്നെ അവൻ്റെ പാട്ടൊന്ന് പോയി ഒന്നും കൂടി കേൾപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അവൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, അവൻ്റെ വീടൊക്കെ ഇപ്പോൾ മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട്, അല്ല അടിപൊളി വീടായിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വരുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം വീടൊക്കെ എല്ലാവരും പലരൊക്കെ സഹായിച്ച് വളരെ വീടൊക്കെ ഉഷാറായി. എന്തായാലും നമുക്ക് അന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അനിൽ കൃഷ്ണ ഇവിടെ എങ്ങനെ സെറ്റായി നിൽക്കുക കേട്ടോ. അവൻ നമ്മൾ വരുന്നൊക്കെ പറഞ്ഞിരുന്നു, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല. അപ്പോൾ അനിൽ കൃഷ്ണ എന്താ, വളരെ സന്തോഷത്തിലാണല്ലോ. മാഷാ അല്ലാ, അപ്പോൾ നല്ല അടിപൊളി വീടൊക്കെ ആയല്ലോ. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഈ ഒരു വീടൊന്നും ഇല്ലായിരുന്നു, ഒരു ചെറിയൊരു കൊച്ചു വീടായിരുന്നു. ഇപ്പം നല്ല അടിപൊളി വീടായിട്ടുണ്ട്. മാഷാ അല്ലാ, വളരെ സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ക്ലാസ് ഒന്നും ഇല്ലേ? അപ്പോൾ എന്താ ഇപ്പോൾ പരിപാടി? ഇപ്പോൾ സ്കൂളിൽ എത്രയായി? 9 ആയില്ലേ? നമ്മൾ ഫസ്റ്റ് വരുന്ന എത്രയില്ലേ ഇനി? എന്നാൽ ഫസ്റ്റിൽ വൈറലായ സമയത്ത് 7ാം ക്ലാസ്സിലല്ലേ അല്ലേ? നബിദിനത്തിന് ഒരു സ്റ്റേജിലൊക്കെ കയറി പാട്ടൊക്കെ പാടി അല്ലേ, ഉസ്താദ് പാട്ട് പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? തുടക്കം ഉസ്താദായിരുന്നു അല്ലേ? അല്ലേ? ഇപ്പോൾ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇപ്പോൾ പാട്ട് ഇപ്പോൾ പോകണില്ല. ഇപ്പോൾ കുറച്ചായി പോയിട്ട്. അതെന്തേ അങ്ങനെ പാട്ട് പഠിക്കാൻ പോവാഞ്ഞ്? അത് സാമ്പത്തികം വന്നാൽ മതി. സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അല്ലേ? മാസത്തിൽ ഫീസൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ? പിന്നെ പഠനം എങ്ങനെയുണ്ട് ഇപ്പോൾ സ്കൂളിൽ? പഠനം കുഴപ്പമില്ല. അങ്ങനെ പോകണ്ടില്ലേ? അപ്പോൾ ഇപ്പം പാട്ട് നിർത്തിയിട്ട് കുറേ സമയമായോ? കുറച്ചായി തന്നെ. 2 മാസം കഴിഞ്ഞു. ഓ ശരി. കുറേ ആൽബത്തിലൊക്കെ പാടിയിരുന്നല്ലേ? അന്നേരം ട്രെൻഡായിരുന്നു അനിൽ കൃഷ്ണൻ്റെ പാട്ട്. കാരണം വെച്ചാൽ ഉസ്താദിലൂടെ തുടക്കം അല്ലേ? ഉസ്താദ് ഇപ്പോൾ വിളിക്കലുണ്ടോ? ഇപ്പോൾ പാട്ട് നിർത്തിയത് ഉസ്താദിനോട് പറഞ്ഞോ? അത് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി. കാനനക്കുയിൽ മൂളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. കാനനക്കുയിൽ മൂളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. കാറ്റിൻ്റെ താളവും സാഗരയോളവും, കാറ്റിൻ്റെ താളവും സാഗരയോളവും, സീമകളില്ലാത്ത കീർത്തനങ്ങൾ. കാനനക്കുയിൽ മൂളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി, റാസിഖയെല്ലാം നിന്നൗദാര്യമാ. സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി, റാസിഖയെല്ലാം നിന്നൗദാര്യമാ. വേദന നീങ്ങുവാൻ സുജൂദിലായി
ഫളാലെ ഞാൻ രക്ഷ നേടും. വേദന നീങ്ങുവാൻ സുജൂദിലായി വീണു ഫളാലെ ഞാൻ രക്ഷ നേടും. എല്ലാ വഴികളും അടയുമ്പോൾ മറുവഴികൾ തെളിയും. രാജാതിരാജനല്ല മുന്നിൽ വഴി കനിയും. എല്ലാ വഴികളും അണയുമ്പോൾ മറുവഴികൾ തെളിയും. രാജാതിരാജനല്ല മുന്നിൽ വഴി കനിയും. കലാപരമായിട്ട് നാടൻപാട്ടിന് വേണ്ടി നാടൻപാട്ടിന് വേണ്ടി എവിടെ അത് ഞങ്ങളൊരു ട്രൂപ്പ് ഉണ്ട്, ഇടം മ്യൂസിക് ബാൻഡ്. അതിൽ പോയിട്ടില്ലേ? ശരി. അപ്പോൾ നാടൻപാട്ടുണ്ട് ഇപ്പോൾ അല്ലേ? തുടക്കം നാടൻപാട്ടുന്നാ? തുടക്കം മാപ്പിള പാട്ടുന്ന അല്ലേ? അല്ലേ, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങള് 20 ആൾക്കാരെ കണ്ടു. ഓ, എന്തായാലും ആ ട്രൂപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും. കൂടുതൽ പരിപാടികളൊക്കെ അവർക്ക് കിട്ടട്ടെ അല്ലേ? നോമ്പ് പറ്റിട്ടുണ്ടോ? നോമ്പ് എടുത്തണോ ഇതുവരെ? ഇല്ലല്ലേ? അവർ നോമ്പൊക്കെ എടുത്തു നോക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അറിയുള്ളൂ, വിശപ്പും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് കണ്ടതിൽ. നമുക്ക് നോമ്പൊക്കെ ഫസ്റ്റ് നല്ലൊരു ഭക്തിഗാനായാലോ? അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം. അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം. അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം. അഹദവനേ നിന്ദാനമല്ലേ ഭക്തിയിൽ മുക്തിയാം സത്യമാർഗം. അല്ലാഹുവേ നീ തന്നതല്ലേ. അംഗഭംഗങ്ങളാൽ ഭംഗി കേടാക്കാതെ സൗകര്യമേകിയോ നീയല്ലേ. 1000 മർത്യരിൽ 1000 കോലത്തിൽ ഭൂമിയിൽ തീർത്തതും നീയല്ലേ. മുത്ത് റസൂലിൻ്റെ ഉമ്മത്തിയായി ജന്മം തന്നതും നീയല്ലേ. എത്ര സ്തുതിച്ചാലും മതിയാവുമോ എൻ്റെ ഇലാഹേ കൊതി മാറുമോ. അല്ലാഹുവേ നീ തന്നതല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം. അപ്പോൾ സുഹൃത്തുക്കളെ, അനിൽ കൃഷ്ണൻ്റെ ഫസ്റ്റ് പാട്ടുകൾ കേട്ടില്ലേ? അടിപൊളി പാട്ടാണ്. എന്താ അല്ലേ? നല്ല സ്വരമാണ് അനിൽ കൃഷ്ണക്ക്. അപ്പോൾ എന്തായാലും അനിൽ കൃഷ്ണ ഒരുപാട് പാട്ടുകളൊക്കെ പാടി നടന്നിരുന്നു, കുറേ ആൽബത്തിലൊക്കെ പാടിയിരുന്നു. ഇപ്പം സാമ്പത്തികപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പം പാട്ട് പഠിക്കണമെന്നൊന്ന് പിന്മാറിയിട്ടുണ്ട്. അത് കരുതി പാട്ട് പഠിക്കില്ല എന്നല്ല പറഞ്ഞത്, ഇപ്പം താൽക്കാലികം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെ പോലത്തെ ആളുകളൊക്കെ സപ്പോർട്ട് കൊടുക്കണം, അപ്പോഴേ അവനൊക്കെ അതിനൊക്കെ പ്രചോദനമാവുള്ളൂ. അപ്പോൾ വീട് പണിനെ കുറേ ആൾക്കാരൊക്കെ സഹായിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീടൊക്കെ ആയതിപ്പം. അപ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്, പാട്ട് പഠിക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നല്ല മോനാണ്, നല്ല കഴിവുള്ള മോനാണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് തുടക്കം പിന്നെ ആ നബിദിനത്തിൻ്റെ പ്രോഗ്രാമിൽ നിന്ന് പാടിയ പാട്ടാണ്. അതിന് കാരണം ഉസ്താദാണ്. നമ്മൾ ഉസ്താദിൻ്റെ വീഡിയോയൊക്കെ മുമ്പ് ചെയ്തിരുന്നു. എന്തായാലും നല്ല കഴിവുള്ളൊരു മോനാണ്, നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാം. കാനനക്കുയിൽ മോളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. കാനനക്കുയിൽ മോളും രാഗമം ഗീതിയിൽ അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. കാറ്റിൻ്റെ താളവും സാഗരയോളവും, കാറ്റിൻ്റെ താളവും സാഗരയോളവും, സീമകളില്ലാത്ത കീർത്തനങ്ങൾ. കാനനക്കുയിൽ മോളും രാഗമം ഗീതിയിൽ
അർഹമുറാഹിമിൻ സ്തുതിഗീതികൾ. സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി റാസിഖയെല്ലാം നിൻ ഔദാര്യമാണ്. സ്നേഹവും കരുതലും നൽകുമെന്തനുഭൂതി റാസിഖയെല്ലാം നിൻ ഔദാര്യമാണ്. വേദന നീങ്ങുവാൻ സുജൂദിലായി വീണു ഫളാലെ ഞാൻ രക്ഷ നേടും. അപ്പം മോനെ സച്ചു, ഒരിക്കലും പാട്ട് നിർത്താൻ പാടില്ല കേട്ടോ. ഇത്രയൊക്കെ മനോഹരമായിട്ട് നീ പോയി പാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിന് പാട്ട് നിർത്തണം? നമുക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ സച്ചുവിനെ പ്രോത്സാഹിപ്പിക്കും, സച്ചുവിനെ കോൺടാക്ട് ചെയ്യും. അങ്ങനെയൊക്കെ സച്ചു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കാരണം വെച്ചാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആ ഷോക്കേസിലെ കണ്ട ആ ട്രോഫി കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ട്രോഫികൾ സച്ചുവിന് കിട്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും സച്ചു, നമ്മൾ അടുത്തതായിട്ട് ഒരു മാപ്പിളപ്പാട്ടും കൂടി ഒന്ന് പാടല്ലേ? ഏതായാലും നോമ്പൊക്കെ അല്ലേ, നല്ല ആൾക്കാർക്ക് നല്ല ഇമ്പമുള്ള പാട്ടായിക്കോട്ടെ. ഓക്കെ. സ്വർഗത്തിൻ കവാടങ്ങൾ മലക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. സ്വർഗത്തിൻ കവാടങ്ങൾ മലക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. പവിത്രമായി തിളങ്ങിയ ദിനങ്ങളാൽ റഹ്മത്തിൻ പൊലിവേറും മലർമാരെ വർഷിച്ചിടും. സ്വർഗത്തിൻ കവാടങ്ങൾ മലക്കെ തുറന്നിടും, ശാന്തി മന്ത്രങ്ങളും ശ്രുതികൾ മീട്ടും. ഹാലിക്കിൻ കടാക്ഷങ്ങളെപ്പോഴും ലഭിച്ചിടും, കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. കനിവിൻ്റെ ഷഹറാണ് പുണ്യ റമളാൻ. നാടൻപാട്ടിനൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു നേരത്തെ. നമുക്കിപ്പോൾ ഒരു ലാസ്റ്റ് ഒരു നാടൻപാട്ടുകൂടി കേട്ട ഉഷാറായി. കാരണം വെച്ചാൽ ഇതുവരെ സച്ചുവിൻ്റെ നാടൻപാട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു നാടൻപാട്ടായാലോ? മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണേ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണേ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. ഞങ്ങളെ വീട് പണിക്ക് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ആ നന്ദി ഞങ്ങൾ എല്ലാവരും അറിയിക്കാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതോടുകൂടി നമ്മുടെ ചെറിയ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതാണ് സച്ചുവിൻ്റെ ഒരു
സിറ്റുവേഷൻ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അവർ വലിയ സ്വർഗത്തിലാണ്. ഇന്ന് ആ കുടുംബം വളരെ സന്തോഷത്തിലാണ്. ഈ കുടുംബത്തിന് പല ആൾക്കാരും മെയിൻ എടുത്ത് പറയേണ്ടത് ഇവരെ കുടുംബക്കാർ ഇവൻ്റെ അമ്മൻ്റെ ബാക്കിയുള്ളവർ, അച്ഛൻ്റെ ബാക്കിയുള്ളവരൊക്കെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അതിലുപരി കുറേ നാട്ടുകാർ, പിന്നെ നമ്മളെ വീഡിയോ കണ്ട കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ആരെയൊന്നും പേരെടുത്ത് പറയുന്നില്ല, ആരാണ് ചെയ്തൊന്നും പറയുന്നില്ല. അത് അങ്ങനെ പറയാൻ ഇവർക്ക് താല്പര്യമില്ല ഈ കുടുംബത്തിന്. അപ്പോൾ ഇന്ന് ഇവർ വളരെ ഉഷാറാണ്. കാരണം വെച്ചാൽ നല്ലൊരു വീടായി. അന്നത്തെ വീടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? വീഡിയോ കാണാനൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനിയും സച്ചു ഒരുപാട് വലിയ ഒരു കലാകാരനാവട്ടെ, ഭാവിയിൽ വലിയ പാട്ടുകാരനാട്ടെ. പാട്ട് നിർത്തിയിട്ടുണ്ട്, പക്ഷേ പാട്ട് നിർത്താൻ പാടില്ല. പിന്നെ പാട്ട് തുടർന്ന് പോകണം, പാട്ട് പഠിക്കണം. സച്ചു നല്ല കലാകാരനാണ്, നല്ല വോയിസാണ് സച്ചുവിൻ്റെ. എല്ലാവരും പറയുന്നുണ്ടത്. ഇൻഷാ അല്ലാഹ് റമദാൻ 3 അപ്പോൾ സച്ചുവിനെ കണ്ടേലും പാട്ടുകളൊക്കെ കേട്ടേലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ല ഒരു കിടിൽ വീഡിയോ അടുത്ത് വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ.